ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് അനാഥമന്ദിരം നടത്തുന്ന ഗിരിജയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. പക്ഷെ ഞാനിവിടെ അതൊന്നുമല്ല പറയാൻ വരുന്നത്. ഞാനിവിടെ ഒരു കൊച്ചിൻ്റെ നിസ്സഹായ അവസ്ഥയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതായത് ഒരു പെൺകുട്ടി തൻ്റെ അപ്പനും അമ്മയും ആരുമില്ലാതെ ഒരു അനാഥാലയത്തിൽ നിന്ന് വളർന്ന് അവൾക്ക് ഒരു 18 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അവൾ ഗർഭിണിയാകുക എന്ന് പറയുന്നു. തികച്ചും ഭയങ്കര പ്രയാസമുള്ള ഒരു കാര്യമാണിത്. ഒരു വിവാഹത്തിലേക്ക് കടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 25 വയസ്സ് പൂർത്തിയായ ഒരു പെൺകുട്ടിയായാലും അവളൊന്ന് ഗർഭിണിയായി കഴിഞ്ഞു കഴിയുമ്പോൾ അവൾക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവൾ അനുഭവിച്ചാലെന്ന് ആലോചിച്ചോണം. വെറും 18 വയസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ആ പ്രായത്തെ ആലോചിക്കാൻ പോലും വയ്യ. കാരണം ആ കുട്ടിയെ കാണുമ്പോഴേ അറിയാം ഒരു കൊച്ചു പെൺകുട്ടി അല്ലെ, ഓമനത്തം തുളമ്പുന്ന ഒരു കൊച്ചു പെൺകുട്ടിയാണ് അവൾ. അവളുടെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് +1 +2 പഠിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ വിവാഹത്തിലേക്ക് കടക്കുക എന്നുള്ളത് ഒരു പണ്ടത്തെ ശൈശവ വിവാഹം പോലെ നമുക്ക് ഫീൽ ചെയ്യുകയാണ്. അപ്പം ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ ഒരിക്കലും ഒരു പെൺകുട്ടിക്ക് ആരും നടത്താൻ പാടില്ല. കാരണം ഒരു 18 വയസ്സെന്ന് പറഞ്ഞാൽ ഒന്നുമല്ല നമ്മൾ വിചാരിക്കുന്നത് മച്ചുറായെന്ന്. എവിടെ മച്ചുറാകാനോ? ഫിസിക്കലി മാത്രം പെൺകുട്ടികൾ മച്ചുറാകത്തുള്ളൂ. മെൻ്റലി ഒരിക്കലും അവർ മച്ചുറാകത്തില്ല. മെൻ്റലി അവർ പക്വതയുള്ളവരാകണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു 25 വയസ്സെങ്കിലും മിനിമം കഴിയണം. പണ്ടത്തെ കാലത്ത് ഒരുപാട് പ്രായം കുറച്ച് വിവാഹം കഴിപ്പിക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് സ്ത്രീകളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോയിട്ടുമുണ്ട്. പക്ഷെ ഇനിയെങ്കിലും നമ്മുടെ തലമുറയിലുള്ള പെൺകുട്ടികൾക്കാർക്കും ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയല്ലേ അതൊക്കെ നിർത്തലാക്കിയത്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും വിഷമം തോന്നുകയാണ്. ഒരു പുരുഷനെ സംബന്ധിച്ച് അവൻ 18 20 ഒക്കെ 15 ഒക്കെ എന്തായാലും അവനൊരു പ്രശ്നവുമല്ല. പക്ഷെ ഒരു പെൺകുട്ടി അവിടെ കരുവാക്കപ്പെടുമ്പോൾ അവൾക്ക് വെറും 18 വയസ്സ് തികഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നല്ല പ്രായം. ആ പ്രായത്തിൽ പല കാര്യങ്ങൾ പഠിക്കേണ്ടതും. പക്ഷേ ആ പെൺകുട്ടിയുടെ നമ്മൾ ആ സമയത്തുള്ള ഇമോഷൻസ് നമ്മൾ ഓർക്കണം. ആ പെൺകുട്ടി ഒരു പുരുഷനെ കാണുമ്പോൾ അവൾക്ക് ആ ടീനേജ് പ്രായം കഴിഞ്ഞുള്ള ആ പ്രായം എന്ന് പറയുമ്പോൾ ടീനേജ് പ്രായം കഴിഞ്ഞ് വരുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ആ പ്രായത്തിൽ അവൾക്കുണ്ടാകുന്ന ചാബല്യങ്ങളും ഒരു ചെറുക്കനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വികാരങ്ങളും ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇവനെ വീണ്ടും വീണ്ടും കാണാനും ഇവൻ്റെ അരികെ പോകാനും ഒക്കെ ഉള്ള അതായത് അതിന് പക്വതയായിട്ടില്ല. അപ്പോൾ നമുക്കതിനെ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അന്നേരം മൊത്തത്തിൽ ആ അറ്റ്മോസ്ഫിയറിലൂടെ ആ കുട്ടി കടന്നു പോയത് കൊണ്ടാണ് അതിന് ചിലപ്പം ഇതൊക്കെ ചെയ്യേണ്ടി വന്നത്. നമുക്കൊരിക്കലും ഇങ്ങനൊരു പെൺകുട്ടിയെ നമ്മൾ ആരും സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആരും ഇതിനെ കുറ്റം പറയില്ലേ. കാരണം അതിൻ്റെ അവസ്ഥ അതാണ്. ഇപ്പം സ്വന്തം മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെൺകുട്ടിക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകില്ല. കാരണം ഒരമ്മയും സമ്മതിക്കത്തില്ല ഇങ്ങനൊന്നും ആകാൻ. അപ്പോൾ ഇതിപ്പം അവരൊരു അനാഥമന്ദിരത്തിൽ വളർന്നു പഠിച്ചു. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ അതേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. അത് കാണാൻ നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടിയായിരുന്നു. പക്ഷേ ശരിക്കും അതിനിപ്പോൾ ഒരു കൊച്ചായി എന്നല്ലെങ്കിൽ ഈ പറഞ്ഞവർക്ക് അത് ഗർഭിണിയായി പ്രസവിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം 18 വയസ്സുള്ള ഒരു പെൺകുട്ടി ഇത്ര പെട്ടെന്നൊരു ജീവിതത്തിലേക്ക് കടക്കുക, ഒരു പുരുഷൻ്റെ ഭാര്യയാവുക, ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ഓർക്കാൻ പോലും വയ്യ. കാരണം ഇവിടെ വലിയ വലിയ ബോൾഡായിട്ട് നിൽക്കുന്ന വലിയ വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ നിൽക്കുന്ന പല പല സിനിമകളിൽ അഭിനയിക്കുന്ന ആൾക്കാർ പോലും വിവാഹം കഴിക്കുന്നത് എപ്പോഴാണ്? 10ഉം 28ഉം വയസ്സിന് ശേഷമാണ്. അപ്പോൾ അതായിരിക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടേതായ പഠന കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വിവാഹത്തിലേക്ക് കടന്നാൽ മതി. നമുക്ക് ശാരീരികവും മാനസികവുമായ പക്വത വേണം നമുക്ക്. ഇനി അഥവാ ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടു, അവൻ വിവാഹം കഴിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ. അവർ പറയുന്നു നേരത്തെ അങ്ങനൊന്നും അല്ല, അവനെ ഒരാഴ്ച കൊണ്ട് വന്ന കല്യാണമാണെന്നൊക്കെ ഞാനിങ്ങനെ ഇൻ്റർവ്യൂവിനകത്ത് കേട്ടിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ആകട്ടെ, പക്ഷെ വിവാഹം കഴിച്ചു. ആ പെൺകുട്ടിക്ക് ആരുമില്ലാത്തതുകൊണ്ട് ഇവർ തുണ കൊടുത്തു. ഒരമ്മയെ കിട്ടി, ഒരു ഭർത്താവിനെ കിട്ടി, ഒരു അനിയത്തിയെ കിട്ടി, സഹോദരങ്ങളെ കിട്ടി എന്നൊക്കെ പെൺകുട്ടി പറയുന്നുണ്ട്. എന്തുവാട്ടെ എല്ലാം കിട്ടി, ഹാപ്പിയായിട്ടുള്ള ജീവിതമാണെന്ന് വെച്ചു. പക്ഷെ എന്നാൽ തന്നെ ഒരു പെൺകുട്ടി വിവാഹം കഴിഞ്ഞ് അതിനതിൻ്റെ സമയം കൊടുക്കുക, അതിനൊന്ന് റിലാക്സ് ചെയ്യാനും എൻജോയ് ചെയ്യാനും അതിനി പഠിക്കണമെങ്കിൽ പഠിക്കാനും അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പഠിച്ച് സ്വന്തം കാലിൽ നിൽക്കാനും. സ്വന്തം കാലിൽ നിന്നില്ലെങ്കിലും ഇപ്പോൾ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അതിൻ്റെ പഠനം പൂർത്തീകരിക്കുന്നത് വരെയെങ്കിലും ഇവർക്കൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു. ആ വെയിറ്റ് ചെയ്ത് ഇവിടെ നടക്കത്തില്ല. കാരണം അതിന് മുൻപേ അത് ഗർഭിണിയായി കാണും. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ തീർച്ചയായിട്ടും ഒരു ഇടവേള എടുത്തതിന് ശേഷം
ശേഷം മാത്രം അതിന് കുറച്ച് വെയിറ്റ് ചെയ്യാം, കൊച്ചു പെൺകുട്ടിയല്ലേ എന്ന് വിചാരിച്ചെങ്കിലും കുറച്ച് റിലാക്സേഷൻ കൊടുക്കാമായിരുന്നു അതിനെ. പോലെയുള്ള അനാഥാലയങ്ങളിൽ വളരുന്ന പെൺകുട്ടികൾക്കൊക്കെ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അതുപോലെ ഗർഭം അലസിപ്പിക്കുന്നുണ്ടോ, അത് അബോർഷൻ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ഡീറ്റെയിൽഡ് ചെക്കപ്പ് ഉന്നത അധികാരികൾ നടത്തേണ്ടത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ ദയവ് ഇതിങ്ങനെ കരുവാക്കാതെ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കാൻ വേണ്ടി നല്ല അനാഥാലയങ്ങൾ മുന്നോട്ട് വന്ന് ഏറ്റെടുക്കണം. ഇതുപോലെയുള്ള ഈ വൃത്തികേടുകൾ കാണിക്കുന്നവരെ ഒന്നും നമ്മൾ സംരക്ഷിക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെ ഇല്ല. തെറ്റ് കണ്ടാൽ തീർച്ചയായിട്ടും ശിക്ഷിക്കുക തന്നെ വേണം.